ഉമ്മാക്ക് ബാപ്പാൻ്റെ മൂന്നിരട്ടിയിൽ വേണ്ടതാ. പ്രസ്തുത ഹദീസ് അതിലേക്ക് കൈ ചൂണ്ടുന്നതാ. അതിനുള്ള കാരണം തന്നെയും പലതുള്ളതാ. ചിലത് ഇബ്നു ബത്വാൽ എന്നവർ പറയുന്നതാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ചുരുക്കി പറഞ്ഞാൽ റബ്ബൊഴിച്ചാൽ പിന്നെ സകലർക്കും ആശാ കേന്ദ്രവും അവൾ തന്നെ. ഇഹലോകത്താദ്യം പരിചയം ഇരുമാറാ. അതുപോലെ തന്നെ കുടിച്ചതും ആചാറാ. സുബ്ഹാന റബ്ബി, നോക്ക് നീ കുതിരത്തുകൾ. വരവിൻ്റെ മുമ്പ് നിറച്ചവൻ ഗോഡൗണുകൾ. ഗുണം ചെയ്യണേ മാതാപിതാക്കൾക്കൊക്കെയും. അവരൊക്കെയും മരിച്ചു പോയാൽ പിന്നെയും മൗത്തിൻ്റെ ശേഷം മാർഗമതിനെന്തെന്ന് നബിയോടൊരാൾ ചോദിച്ചുടൻ പറയുന്നേ, നീ റബ്ബിനോട് അവർക്കെപ്പോഴും പ്രാർത്ഥിക്കണം. കൃപ ചെയ്യണേ എന്നും അവർക്ക് നീ തേടണം. എനിക്കുള്ള ശൈശവത്തിൽ അവർ കൃപ ചെയ്തതാ. അതുപോലെ ഇലാഹി നീ അവർക്കും വേണ്ടതാ. തുസിയത്തുണ്ടെങ്കിൽ അതും നടപ്പാക്കണം. അവർക്കുള്ള ബന്ധുക്കൾക്ക് നീ ഗുണം ചെയ്യണം. അതുപോലെ തന്നെ അവർക്കുള്ള സ്നേഹിതരെന്ന് കണ്ടാൽ അവർക്കും നൽകണം ഗുണമെന്ന്. അതുമാത്രമല്ല, നീ കാട്ടണം അവരോട് ബഹുമാനവും സന്തോഷവും അലിവോട്. ഇവയൊക്കെയും അവർക്കുള്ള മൗത്തിൽ പിന്നെ ചെയ്താൽ അവർക്ക് നീ ചെയ്ത രീതിയിൽ തന്നെ. തൂക്കം അബൂദാവൂദിലുണ്ടത് വ്യക്തമാ. അത് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ. ആ ദിവ്യൻ ഒരു ദിനം കയറി കഴുതയിൽ യാത്രയായി. വഴിയിൽ ഒരാളെ കണ്ടുടൻ ഇറങ്ങുന്നതായി. കാട്ടാളനായ ആ വ്യക്തിയിൽ താൻ ആദ്യമായി തസ്ലീം കൊണ്ടൊരു സ്വാഗതം നൽകുന്നതായി. കഴുതപ്പുറത്ത് വിളിച്ച് താൻ കയറ്റുന്നതായി. തലപ്പാവ് തൻ്റെ തൊഴുത്തതും കൊടുക്കുന്നതായി. ഇത് കണ്ട് പറയുന്നു ഇബ്നു ദീനാറെന്ന്, അള്ളാഹു അങ്ങയെ നല്ലതാക്കട്ടെന്ന്. അഅറാബിമാരാ തങ്ങളെ, ഇവരൊക്കെയും ചെറുതൊക്കെ മതി വരും അവർക്ക് അതിൽ തൃപ്തിയും. ഉടൻ ഇബ്നു ഉമർ അതിനുത്തരം തന്നിങ്ങന, ഇവർക്കുള്ള വാപ്പയും എൻ്റെ വാപ്പയുടെ ഇഷ്ടന. വാപ്പായുടെ ഇഷ്ടന്മാരെ മക്കൾ ചേർക്കലും വലുതായ ഗുണമിൽ പെട്ടതാണ് അടുപ്പിക്കലും എന്നു നബി പറയുന്നതായി ഞാൻ കേട്ടതാ. ഇത് മുസ്ലിമിൽ നീ നോക്കിയാൽ കാണുന്നതാ. ഗുണം ചെയ്തു മക്കൾ അവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും. വെറുപ്പിച്ചവർ ഇത് കൊണ്ട് ഗുണവും നേടിടും. കടം തീർത്തിരുന്നാലും ഇതേ രൂപത്തില. അതുപോലെ നേർച്ചകളും ഒരേ തൂക്കത്തില. ഇതുപോലെ ഇമാം ഔസായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹജാവിയും പങ്കുണ്ട്. കടമിൽ ഇനം 2 ഉൾപ്പെടും എന്നറിയണേ. സൃഷ്ടാവിനും സൃഷ്ടിക്കുമാണെന്നോർക്കണേ. ഹജ്ജും സക്കാത്തും ഭീമമായൊരു ഭാരമാ. അത് വീട്ടലും അവർക്കെപ്പോഴും വന്നേട്ടമാ.